ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും പഠിക്കാം. മലയാളം മിഷൻ്റെ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് ഒരു ഏജ് ലിമിറ്റ് ഇല്ല. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടില്ല, ഇത്ര ഏജ് വരെയാണ് പഠിക്കാൻ പാടുള്ള ഏജില്ല, ആർക്കും വേണ്ടി പഠിക്കും. അപ്പം ഇനിയും അതുപോലെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ കോൺടാക്ട് ഉണ്ടെങ്കിൽ അത് ലില്ലിയായിട്ട് കോൺടാക്ട് ചെയ്യുക. അദ്ദേഹം മലയാളം മിഷൻ്റെ ഇവിടുത്തെ കോർഡിനേറ്ററാണ്. അപ്പോൾ 2 വരി ഞാൻ പാടാം. ഞാനൊരു ഗായകനൊന്നുമല്ല. ആർദ്രമീ ധനുമാസ രാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലോ സഖി, ഞാനീ ജനല വഴി പിടിച്ചൊട്ട് നിൽക്കട്ടെ, നീ എന്നണിഞ്ഞതു തന്നെ നിൽക്കൂ ഈ പഴംകൂടലും ചുമക്കടി ഇടറി വീഴാം. പിന്നെ അതിനുശേഷം നിങ്ങൾ ഒരുപാട് കേട്ട വളരെ പോപ്പുലറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ കവിതയിലെ വരികളാണ്. കാലമെരിയും ഒരുടും വിഷു വരും, വർഷം വരും, ഇരുമോളം വരും, പിന്നെ ഓരോ തളിരിനും പൂ വരും, കായ് വരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. നമുക്കിപ്പോഴീ ആർദ്രയെ ശാന്തരായി സൗമ്യരായി എതിരേൽക്കാം. വരിക സഖി, അരികത്തു ചേർന്ന് നിൽക്കൂ, പഴയൊരു മന്ത്രം സ്മരിക്കാം, അന്യോന്യം 3 വടികളായി നിൽക്കാം, ആ സഫലതയാക്കാം, ആ സഫലതയാക്കാം. എത്ര കാലങ്ങളായി ഞാനിവിടെ, എത്ര പൂക്കാലമെന്നെ തൊടാതെ പോയി, എത്ര കാലങ്ങളായി ഞാനിവിടെ, എത്ര പൂക്കാലമെന്നെ തൊടാതെ പോയി, നിന്റെ കൈപ്പട നെഞ്ചിൽ പടർന്ന നാൾ, എൻ്റെ വേരിൽ പൊടിഞ്ഞു വസന്തവും, നിന്റെ കൈപ്പട നെഞ്ചിൽ പടർന്ന നാൾ, എൻ്റെ വേരിൽ പൊടിഞ്ഞു വസന്തവും, എൻ്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നിപ്പോൾ. എത്ര കാലങ്ങളായി ഞാനിവിടെ, എത്ര പൂക്കാലമെന്നെ തൊടാതെ പോയി, എത്ര കാലങ്ങളായി ഞാനിവിടെ, എത്ര പൂക്ക